നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹായ്, രാജലക്ഷ്മി അമ്മയല്ലേ? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ഇന്ന് ചെമ്പകമംഗലത്തെ എല്ലാവരും കൂടിയാണല്ലോ ക്ഷേത്രത്തിലേക്ക്. മകരവിളക്ക് ആയതുകൊണ്ടായിരിക്കും അല്ലേ രാജലക്ഷ്മി അമ്മേ? പ്രത്യേകത അത് തന്നെയാ തിരുമേനി. മാത്രമല്ല തറവാട്ടില് ഒത്തിരി ശനിദോഷങ്ങള്. ഭഗവാൻ പ്രസാദിച്ചാലേ ഇനി രക്ഷയുള്ളൂ. ഭഗവാൻ പ്രസാദിക്കുമല്ലോ. സാക്ഷാൽ കലിയുഗ വരദനല്ലേ ഹരിഹരസുതൻ. ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. ദാ തീർത്ഥവും പ്രസാദവും. ചെമ്പകമംഗലം തറവാടിന്റെ ഐശ്വര്യമല്ലേ അവിടെ ഇരിക്കുന്ന മരതക ഉടവാൾ. ഇത്രയും ഐശ്വര്യമുള്ള ഒരു തറവാട് തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടോ രാജലക്ഷ്മി അമ്മേ? ആ ഐശ്വര്യം ഒരിക്കലും കിട്ടുപോകാതിരിക്കാൻ അവിടത്തെ നിലവറയിൽ വിളക്ക് വയ്ക്കണം. അതൊക്കെ പതിവുള്ളതായിരുന്നു തിരുമേനി. തറവാട്ടിൽ അടിക്കടി ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം അതൊക്കെ കുറെ നാളെ മുടങ്ങിക്കിടക്കുക. പാടില്ല. അത് തന്നെയാ തറവാടിലെ കുഴപ്പങ്ങൾക്ക് കാരണം, സംശയമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വിളക്ക് വെച്ച് തുടങ്ങിക്കൊള്ളൂ, എല്ലാം മാറും. അങ്ങനെ എന്റെ റൂട്ടുകൾ ക്ലിയർ ആവുകയാണ്. വൈകാതെ ഉടവാളിരിക്കുന്ന സ്ഥലം കണ്ടെത്താം. ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞത്. ഇന്ന് ഏറ്റവും ഐശ്വര്യമുള്ള ദിവസമാണ്. ശബരിമലയിൽ ധർമ്മശാസ്താവിന്റെ മകരവിളക്ക് തെളിയിക്കുന്ന ദിവസമാണ് ജനുവരി 14. ഭഗവാനായിരിക്കും ഇത് തിരുമേനി കൊണ്ട് പറയിപ്പിച്ചത്. ഇതൊരു നിയോഗ തിരുമേനി. ഇന്ന് തന്നെ നിലവറയില് ഞങ്ങൾ വിളക്ക് കൊളുത്തും. പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാത്തവനല്ല കാനനവാസൻ. കഷ്ടകാലങ്ങള് ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു, അനുഗ്രഹിക്കും, ഉറപ്പാ. കേൾപ്പിക്കാൻ മൈഥിലി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കൊണ്ടുപോന്നില്ലെങ്കിലേ ആ അവസരം നോക്കി അവള് ചെമ്പകമംഗലത്ത് എന്തെങ്കിലും നാശം ഒപ്പിക്കും. അതാ കൂടെ പോന്നപ്പോ മിണ്ടാതിരുന്നത്. എന്തായാലും അത് വേണ്ടായിരുന്നു മുത്തശ്ശി. അത് പറഞ്ഞത് ശരിയാ. അവളെ കൂടെ കൂട്ടിയാലേ കുറെ ശല്യങ്ങൾ ഒഴിവായി കിട്ടും. അവൾ എവിടെ കൂടിയാലും അവൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് മാലതി. അതേ അവള് നടപ്പാക്കൂ. ഞാൻ അവളെ കൂടെ കൂട്ടിയത് അതുമാത്രം കൊണ്ടല്ല. ചോറൂണ് നടത്താൻ പോകുന്ന കുഞ്ഞിനെ പ്രസവിച്ചത് എന്തായാലും അവളല്ലേ. എന്തായാലും ആ ഒരു ശാപം വേണ്ട. ആ വാ, നമുക്ക് പോവാം. മൈഥിലിയുടെ ഇത്ര പെട്ടെന്ന് അവൾ എങ്ങോട്ട് മുങ്ങി? ഞാൻ പോയി നോക്കിട്ട് വരാം. അത് വേണ്ട, ഞാൻ നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.